ഞങ്ങളിന്നേ ഗവൺമെൻറ് ആശുപത്രി വരെ ഒന്ന് പോവാട്ടോ. എൻ്റെ കാലിന് ഭയങ്കര വേദന, വീണതാണേ. ഒരു മാസമൊക്കെ മുന്നേ വീണതാണ്, പക്ഷേ ഇപ്പോൾ ഭയങ്കര വേദന. അത് തന്നെ പിന്നെ മൂവാറ്റുപുഴ ഗവൺമെൻറ് ആശുപത്രിയിലാട്ടോ പോണത്, ഓർത്തോയുടെ ഡോക്ടറെ കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്ന് ഇത് കാഷ്വാലിറ്റി ആട്ടോ. എപ്പോഴും കേസുകളൊക്കെ ഭയങ്കര തിരക്കാണ് കാഷ്വാലിറ്റിയിൽ. പിന്നെ ചീട്ടെടുക്കാനായിട്ട് കയറി. ചീട്ടെടുക്കാനായിട്ട് ഇന്ന് വളരെ തിരക്ക് കുറവാട്ടോ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 8 മണി ടു 9 മണിയൊക്കെ 10 മണിയൊക്കെ വരെ ഭയങ്കര തിരക്കാട്ടോ. പിന്നെ ഇന്നിപ്പോൾ വളരെ തിരക്ക് കുറവാണ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ചെന്നപ്പോൾ തന്നെ ചീട്ടെടുത്ത് പോരാൻ പറ്റി. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുകുട്ടൻ കുറേ ദിവസമായിട്ട് പറയണു പാർക്കിൽ കൊണ്ടോ എന്നും പറഞ്ഞുകൊണ്ട്. വേറെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ പാർക്കിൽ കയറാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മൂവാറ്റുപുഴ പാർക്കാട്ടോ ഇത്. മൂവാറ്റുപുഴ പാർക്കിൽ പോയി. പാർക്കിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ അകത്തേക്ക് പൊക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചീട്ടെടുക്കുന്നതിന് മുമ്പ് പുള്ളി അകത്തേക്ക് കയറിപ്പോയിട്ടോ. പിന്നെ ചെന്ന പാടെ തന്നെ ഓരോരോ സാധനത്തിലൊക്കെ കയറാൻ തുടങ്ങിട്ടോ. എപ്പോൾ ചെന്നാലും ഈ ഒരു ഇതിനകത്ത് എപ്പോഴും കൂടുതൽ സമയം ഇതിനകത്താട്ടോ പുള്ളി കയറണത്. അത് കണ്ടപ്പോൾ പിന്നെ അമ്പാടിക്കും ആ ഊർന്നിറങ്ങണം ഇതിനകത്ത് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്പാടിയുടെ സൈസിലുള്ളത് അവിടെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനെ കുറച്ച് നേരം അതിനകത്ത് കയറ്റി. ഒന്ന് വീഴുകയും ചെയ്തു കേട്ടോ. ഓടി വന്നതാണ്. മുട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കയ്യെ പിടിച്ച് കയറ്റാമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്താൽ സമ്മതിക്കണില്ല. എന്നിട്ട് പിന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ കയ്യെ പിടിച്ചായിരുന്നു സ്റ്റെപ്പ് കയറ്റിയത് ഊർത്തി ഇറക്കിയതൊക്കെ. അപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ കേൾക്കണ്ടായില്ല. പിന്നെ വലിച്ചു കഴിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാട്ടോ. അത് പല രീതിയിലൊക്കെ കയറാം. സ്റ്റെപ്പ് കയറാം, അല്ലാതെ കയറാനൊക്കെയുള്ള സംഭവം അപ്പുറം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അരിയേട്ടൻ അതിനകത്ത് കയറണമെന്ന് പറഞ്ഞ കാരണം മേളിലേക്ക് കയറിയില്ല, അത്രയും വലിയതല്ലേ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കടയാട്ടോ. അവിടെ അത് കണ്ടപ്പോൾ തന്നെ വെള്ളം എന്നും പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതിൻ്റെ പാർക്കിൻ്റെ തൊട്ടപ്പുറം പുഴയാണ്, ഞങ്ങളുടെ മൂവാറ്റുപുഴ പുഴ. പിന്നെ ജ്യൂസും ലേസൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം വെള്ള ഐറ്റംസുകൾ ഒത്തിരി ഉണ്ട്. വെള്ളവും ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടെ അതിനകത്ത് കയറി കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാട്ടോ. അങ്ങനെ പിന്നെ വെള്ളം മേടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ് നന്ദുക്കുട്ടൻ. പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ മഴ വരാറായി. അപ്പോൾ പിന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്ത് ചെയ്താൽ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ പോകാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കേ.